അടുത്തതാണ് ഇതിൽ തന്നെ നമുക്ക് മെറ്റീരിയൽസ് ഉണ്ട്. വിയറയിൽ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ സ്കെച്ചപ്പിൻ്റെ മെറ്റീരിയൽസ് അപ്ലൈ ചെയ്താലും മതി. പക്ഷെ വിയറയത്തെ മെറ്റീരിയൽസ് ഒന്നും ക്ലാരിറ്റി ഉണ്ടാവും. അതിൻ്റെ ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി എഫക്റ്റ് ഒക്കെ ഉണ്ട്, മനസ്സിലാവും. അപ്പോൾ അസറ്റ് എഡിറ്റിൽ വരിക, അതിലുണ്ട് മെറ്റീരിയൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. മെറ്റീരിയൽസിൽ വന്നിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഏതാ വേണ്ടത് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം ബ്രിക്ക് വേണം, ഇപ്പോൾ ബ്രിക്ക് ഇട്ട് കൊടുത്തു. എന്താ വേണ്ടത് ബ്രിക്ക് ഇട്ട് കൊടുത്തു. ഇവിടെ ആരോ മാർക്ക് ഉണ്ട്, ഇവിടെ ഉണ്ടാവും ബ്രിക്ക്. കണ്ടോ, ബ്രിക്കേഴ്സ് എടുത്തു. ബ്രിക്കിൻ്റെ പല ടൈപ്പ് ബ്രിക്കുകളുണ്ട്. ഏത് ടൈപ്പ് ആണ് സെലക്ട് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ടോ, നമുക്ക് ഈ ഡിസ്പ്ലേ ഉണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഈ നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിൽ ഇട്ട് കൊടുത്താലും മതി. ഇങ്ങോട്ട് വലിച്ചിട്ട് കൊടുത്താലും മതി. ഇവിടെ നമുക്ക് അതേ വലിച്ചിട്ട് കൊടുത്താലും മതി. ഈ സൈഡുകളിലേക്ക് ഇട്ടാലും മതി കേട്ടോ. ഇത് മുകളിൽ ഇട്ട് കൊടുക്കാം, ഈ കളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, ഇവിടുത്തെ പെയിൻറ്റ് ബക്കറ്റ് കൊടുത്തിട്ട് നേരെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ, നമുക്ക് എന്ത് ചെയ്യുക, ബ്ലാക്ക് ആയിട്ട് തോന്നുന്നത്. പക്ഷേ റെൻഡറിങ്ങിൽ എന്ത് ചെയ്യിക്കാരോ കറക്റ്റ് മനസ്സിലാവും. നമുക്ക് നൈറ്റ് മോഡ് ആയതുകൊണ്ട് മനസ്സിലാവാത്ത, നമുക്ക് നൈറ്റ് മോഡ് ഓഫ് ചെയ്യേണ്ട. ഞാൻ ലൈറ്റ് എടുത്തിട്ട് നമ്മുടെ ലൈറ്റ് എടുക്കുകയാണ്. ലൈറ്റ് എടുത്തിട്ട് സൺലൈറ്റ് ഓൺ ആക്കുകയാണ്. ഇത് എൻ്റർ ചെയ്ത് നോക്കാം. പക്ഷേ ഇത് നമ്മുടെ ഗ്ലേസിങ്ങുള്ള ടൈപ്പുള്ള ബ്രിക്ക് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് ഗ്ലേസിങ് ഒഴിവാക്കണേ എന്ത് ചെയ്യണം, ആ ബ്രിക്കിന് സെറ്റിങ്സ് ഉണ്ടാവും, സെലക്ട് ചെയ്യുക. ഉണ്ടോ, ആ റേറ്റിന് സെറ്റപ്പിലേക്ക് പോരുക. ഉണ്ടാവും ഇവിടെ ഉണ്ടാവും സെറ്റിങ്സ്. അതിന് അടിയിലേക്ക് വരിക. ഇവിടെ ടൈലിന് ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും ടൈലിനോ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടാവും ടൈലുണ്ട്, ആ ടൈലിൽ തരിക. അതിലുണ്ടാവും റിഫ്ലക്ഷൻ ഉണ്ടാവും. റിഫ്ലക്ഷൻ കുറച്ച് കൊടുക്കുക, റിഫ്ലക്ഷൻ വേണ്ട ഒഴിവാക്കി. ഇനി റെൻഡർ ചെയ്താൽ നേരെ ഉണ്ടാവും. അപ്ലൈ ചെയ്ത് നമ്മൾ ഉണ്ട്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത് നമ്മൾ കൊടുത്ത് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തു. രണ്ടാമത് കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മാറിയതാണ്. നമുക്കങ്ങനെ ഏത് ടൈപ്പ് നമുക്ക് എന്തിങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് മെറ്റീരിയൽസ് നമ്മൾ സാധാ മലത്തന്നെ മെറ്റീരിയൽസ് യാതൊരു വ്യത്യാസവും ഇല്ല. പല മെറ്റീരിയൽസ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. ഏത് ടൈപ്പ് ഗ്ലാസ് ആണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നേരെ എന്ത് ചെയ്യുക, അതെടുത്തതിന് ശേഷം നമുക്ക് എവിടെ ഗ്ലാസ് ആക്കണം ഇവിടെ ക്ലിക്ക് ചെയ്തെടുത്തു. അത് ഗ്ലാസ്സായി മാറി. ഇത് ക്ലിക്ക് ചെയ്താൽ ഗ്ലാസ്സായി മാറി. ഇത് ക്ലിക്ക് ചെയ്താൽ അത് ഗ്ലാസ്സായി മാറി. അപ്പോൾ ഏതാ നമുക്ക് ഗ്ലാസ് ആക്കുകയോ ചെയ്യാം. അപ്പോൾ ഏത് ടൈപ്പ് പല ടൈപ്പ് ഗ്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ ടൈപ്പ് ഗ്ലാസ്സാണ് വരിക കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ കൊടുക്കണം, നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തെടുക്കുക. ആ ടൈപ്പ് ഗ്ലാസ് ആണ് ഉണ്ടാവുക. അപ്പോൾ പല ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാർപ്പറ്റ് ഉണ്ട്, സെറാമിക്, കോൺക്രീറ്റ്, സ്റ്റോണ് ഉണ്ടാകുമല്ലോ. ഒക്കെ ഇത് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നേരെ ഇവിടെ ഈ പെയിൻറ്റ് ബക്കറ്റ് അടിച്ചിട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാണ് ഇതിലെ മെറ്റീരിയൽസ് ഇത്ര തന്നെ പറയാനുള്ളൂ കേട്ടോ.